ദക്ഷിണ ചൈന കടലിനടുത്ത് ഇന്ത്യ ഇപ്പോൾ വലിയ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള സൗഹൃദത്തിന് ചൈന ഇനി വലിയ വില നൽകേണ്ടി വരും. ഈ നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഇന്ത്യ ഒറ്റയ്ക്കല്ല, ഇന്ത്യയോടൊപ്പം ഫിലിപ്പീൻസും ഉണ്ട്. 2020 ഗാൽവാൻ താഴ്വരയിൽ ഇരു രാജ്യങ്ങളുടെയും സൈനികർ തമ്മിൽ ഏറ്റുമുട്ടിയതിനു ശേഷം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല ഏറ്റുമുട്ടലിൽ ചൈന ഇസ്ലാമാബാദിനെ സൈനിക ആയുധങ്ങളും രഹസ്യാന്വേഷണവും നൽകി സഹായിച്ചുവരുന്നു. ഇതിനൊക്കെ മറുപടിയായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഫിലിപ്പീൻസുമായി ചേർന്ന് ഈ ഒരു വലിയ നീക്കം നടത്തുന്നത്. അതായത് ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് ആർ മാർക്കോസ് ജൂനിയർ ഓഗസ്റ്റ് 4 മുതൽ 8 വരെ ഇന്ത്യ സന്ദർശിക്കും. ഇതേ കാലയളവിൽ ഇന്ത്യയുടെയും ഫിലിപ്പീൻസിന്റെയും നാവികസേനകൾ പടിഞ്ഞാറൻ ഫിലിപ്പീൻസിന്റെ തീരത്തെ ദക്ഷിണ ചൈന കടലിന് സമീപം ഒരു സമുദ്ര അഭ്യാസം നടത്തും. ഫിലിപ്പീൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നതോടുകൂടി ഈ സന്ദർശനത്തിലൂടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ മറ്റൊരു തലത്തിലേക്കാണ് ഉയർത്താൻ പോകുന്നത്. ഈ ദക്ഷിണ ചൈന കടലും അതിന്റെ വിഭവങ്ങളുടെയും എല്ലാം ഭൂരിഭാഗവും ചൈന തങ്ങളുടേതാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ഇക്കാരണത്താൽ തന്നെ ഇവിടെ ഇവർ ഫിലിപ്പീൻസുമായി ഏറ്റുമുട്ടലുകൾ നടത്തുന്നുമുണ്ട്. എന്നാൽ 2016 ഈ ദക്ഷിണ ചൈന കടലിൽ ചൈനയുടെ അവകാശവാദം UN കൺവെൻഷൻ ഓൺ ദി ലോ ഓഫ് ദി സീ പ്രകാരം നിരസിക്കപ്പെട്ടിരുന്നു. എന്നാൽ ചൈനയുടെ നിലപാടിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. മാത്രമല്ല ദക്ഷിണ ചൈന കടലിന്റെ മിക്ക ഭാഗങ്ങളും അവർ അവകാശവാദം ഉന്നയിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇക്കാരണത്താലാണ് ഫിലിപ്പീൻ സൈന്യവുമായി വ്യോമാക്രമണങ്ങളിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യയും ഫിലിപ്പീൻസും തമ്മിൽ ചേർന്ന് നടത്തുന്ന ഈ സൈനിക അഭ്യാസം ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ആധിപത്യം കണക്കിലെടുത്ത് ഈ സൈനിക അഭ്യാസം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഫിലിപ്പീൻസ് പ്രസിഡന്റിന്റെ വരാനിരിക്കുന്ന ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള പ്രതിരോധ സമുദ്ര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആദ്യമായിട്ടാണ് ഇന്ത്യയും ഫിലിപ്പീൻസും ചേർന്ന് ഇങ്ങനെയൊരു സംയുക്ത നാവിക അഭ്യാസങ്ങൾ നടത്തുന്നത്. ഇതൊരു പക്ഷെ ഒരു പ്രധാന ചുവടുവയ്പ് തന്നെയായിരിക്കും. ഇതേപോലെ തന്നെ മറ്റൊരു വാർത്തയാണ് ചൈനയുടെ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ നമ്മുടെ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ പറ്റി വളരെയധികം പ്രശംസിച്ചുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതായത് ബ്രഹ്മോസ് മിസൈൽ വളരെ അപകടകരമായ മിസൈൽ എന്നാണ് ഈ ചൈനയുടെ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധുവിനിടെ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനുള്ള ആവശ്യം വളരെയധികമാണ് വർദ്ധിച്ചു വന്നിരിക്കുന്നത്. ലോകത്തിലെ 15 രാജ്യങ്ങൾക്കിടയിൽ ഇത് വാങ്ങാനുള്ള മത്സരം നടക്കുമ്പോഴാണ് ചൈനീസ് മാധ്യമങ്ങൾ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിനെ പറ്റി ഇത്രയധികം പ്രശംസിച്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ ബ്രഹ്മോസിനെ പറ്റി പറയുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാനെതിരായ ഓപ്പറേഷനിൽ ഈ മിസൈൽ വലിയ പങ്കുവഹിച്ചു. ഇതിനുശേഷം അമേരിക്കയുടെയും ചൈനയുടെയും പല ശത്രു രാജ്യങ്ങളും ഇത് വാങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. 14 മുതൽ 15 രാജ്യങ്ങളാണ് ബ്രഹ്മോസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടുത്തിടെ പറഞ്ഞിരുന്നു. പ്രതിരോധ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഈ രാജ്യങ്ങളുടെ പേരുകൾ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിൽ ബ്രഹ്മോസ് വാങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ച ആദ്യ രാജ്യമാണ് ഫിലിപ്പീൻസ്. 2022 തന്നെ ഫിലിപ്പീൻസ് ഇന്ത്യയുമായി $375 മില്യൺ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. വിയറ്റ്നാമും ഇന്തോനേഷ്യയും യഥാക്രമം $700 മില്യൺ $450 മില്യൺ കരാറുകൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടുമുണ്ട്. ഫിലിപ്പീൻസ് ചൈനയുമായി ശത്രുതയിലാണ്. അതേസമയം ബ്രസീൽ, വെനീസ്വല തുടങ്ങിയ രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ നേരിട്ട് മുന്നണി തുറന്നിട്ടുമുണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ധുവിന്റെ വിജയത്തിന് ശേഷം ഇന്ത്യൻ സായുധ സേനയുടെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ അതിവേഗമാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സൈന്യത്തിന് പറക്കുന്ന പീരങ്കി എന്നറിയപ്പെടുന്ന ഒരു പുതിയ ആയുധമാണ് ലഭിക്കാൻ പോകുന്നത്. അമേരിക്കൻ അപ്പാച്ചെ AH-64 ഈ ഹെലികോപ്റ്ററിന്റെ വിതരണം ഇതിനകം തന്നെ ആരംഭിച്ചു. ആദ്യ ചരക്ക് ജൂലൈ 22 ജോധ്പൂരിൽ എത്തും. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച യുദ്ധ ഹെലികോപ്റ്ററുകൾ ഒന്നാണ് അപ്പാച്ചെ AH-64 ഈ ഹെലികോപ്റ്ററുകൾ. വളരെ ശക്തമായ തോക്കുകളാണ് ഇതിൽ ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയെ പറക്കുന്ന പീരങ്കികൾ എന്നാണ് വിളിക്കുന്നത്. ഈ ഹെലികോപ്റ്ററുകളുടെ ഫയർ പവർ എന്ന് പറയുന്നത് വളരെയധികം അതിശയകരമാണ്. ഓരോ ഹെലികോപ്റ്ററിന്റെ വില ഏകദേശം 860 കോടി രൂപയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെലവേറിയ ആയുധ സംവിധാനങ്ങൾ ഒന്നായി അപ്പാച്ചെ ഹെലികോപ്റ്റർ മാറിയിരിക്കുകയാണ് ഇപ്പോൾ. ഇവ സൈന്യത്തിന്റെ വ്യോമശക്തി വർദ്ധിപ്പിക്കുക മാത്രമല്ല ശത്രുവിനെതിരെ കൃത്യവും ഭയാനകവുമായ ആക്രമണങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും. 2020 അമേരിക്കയുമായുള്ള $600 മില്യൺ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹെലികോപ്റ്ററുകൾ വാങ്ങിയത്. ജോധ്പൂരിൽ ഇതിനകം തന്നെ സ്ഥാപിച്ചിട്ടുള്ള 451 ആർമി ഏവിയേഷൻ സ്ക്വാഡ്രണുകൾ ഈ ഹെലികോപ്റ്ററുകൾ പ്രവർത്തിപ്പിക്കും. ഇവ പാകിസ്ഥാൻ ഭാഗത്തെ പടിഞ്ഞാറൻ അതിർത്തി സംരക്ഷിക്കാനാണ് വിന്യസിക്കുന്നത്. അപ്പാച്ച ഹെലികോപ്റ്ററുകൾ ആകാശത്തു നിന്ന് വെടിയുണ്ടകൾ വർഷിക്കുമെന്നാണ് പറയുന്നത്. ശത്രു ടാങ്കുകൾ, ബങ്കറുകൾ, സൈനിക താവളങ്ങൾ എന്നിവ കൃത്യമായി ആക്രമിക്കാൻ ഇവയ്ക്ക് കഴിയും. സങ്കീർണമായ യുദ്ധ മേഖലകളിൽ പോലും ഫലപ്രദമാണെന്ന് തെളിയിക്കുന്ന ഫയർ ആൻഡ് ഫോർഗറ്റ്, ഹെൽഫയർ മിസൈലുകൾ
30mm ചെയിൻ തോക്കുകൾ, ഹൈഡ്ര 70 റോക്കറ്റ് സംവിധാനങ്ങൾ എന്നിവ ഇവയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. രാത്രിയിൽ പോലും ഇതിനെ ആക്രമിക്കാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് നൂതന നാവിഗേഷൻ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ശത്രുവിന്റെ പേടി സ്വപ്നമാക്കി മാറ്റുന്നു. ഇന്ത്യ കൂടാതെ അമേരിക്ക, ബ്രിട്ടൻ, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ഹെലികോപ്റ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഒരു അപ്പാച്ചയിൽ പൈലറ്റ് അല്ലെങ്കിൽ സഹ പൈലറ്റോ അല്ലെങ്കിൽ ഗണ്ണർ എന്നിങ്ങനെ 2 പേരടങ്ങുന്ന ഒരു ക്രൂ ആണുള്ളത്. അപ്പാച്ചയുടെ ആദ്യ ബാച്ച് ഇപ്പോൾ ജൂലൈ 22-ന് ജോധ്പൂരിൽ എത്തും. ഇവിടെ ഈ ഹെലികോപ്റ്ററുകൾ അതേ ദിവസം തന്നെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.